ഓട്ടിസം ബാധിച്ചവരെ പരിചരിക്കാൻ റോബോട്ടിനെ വികസിപ്പിച്ച് റിയാദിലെ നജ്റാൻ സർവകലാശാല. ആശയവിനിമയ പ്രതിസന്ധി നേരിടുന്ന കുട്ടികളെ സഹായിക്കുകയാണ് ലക്ഷ്യം. ഓട്ടിസം ബാധിതരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്രദമാകുമെന്നാണ് വിലയിരുത്തുന്നത്. സൗദി സർവകലാശാലയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നായാണ് ഇത് പരിഗണിക്കുന്നത്. 2 സ്മാർട്ട് ആപ്ലിക്കേഷനുകളിലൂടെയാണ് ഈ റോബോട്ട് പ്രവർത്തിപ്പിക്കാനാകുക. കുട്ടി ധരിക്കുന്ന സ്മാർട്ട് വാച്ചിലും മാതാപിതാക്കളിൽ ഒരാളുടെയോ അധ്യാപകരിൽ ആരുടെയെങ്കിലും ഫോണിലുമായാണ് ഈ 2 ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഭാഷാ വൈദഗ്ധ്യം വികസിപ്പിക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും വൈകാരിക പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും അതുവഴി കുട്ടിയെ സംരക്ഷിക്കുകയും അവന്റെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും എന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത്. കുട്ടിക്കും കുടുംബത്തിനും യഥാർത്ഥ പിന്തുണ നൽകുന്ന സമർത്ഥമായ പരിഹാരങ്ങളുമായി കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ടെക്നിക്കുകൾ സംയോജിപ്പിക്കാനും ഇവിടെ ശ്രമവും നടക്കുന്നു. സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങൾ തെരഞ്ഞെടുത്ത് ആശയവിനിമയം നടത്താനും ആപ്പ് സഹായിക്കുന്നു. പല്ല് തേക്കൽ, വസ്ത്രം ധരിക്കൽ തുടങ്ങിയ ശീലങ്ങൾ പരിശീലിപ്പിക്കാനും ജീവിതം കൂടുതൽ അച്ചടക്കമുള്ളതാക്കാനും പര്യാപ്തമാക്കുന്നതാണ് ഈ ആപ്പ്. ഓട്ടിസം ബാധിതരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പൊതുസമൂഹവുമായുള്ള അവരുടെ ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും ഉതകുന്ന മികച്ച ചുവടുവെപ്പുകളിൽ ഒന്നാവും നജ്റാൻ സർവകലാശാലയുടെ ഈ സാങ്കേതികത. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.